രാവിലെ അനീഷും ആദിലയും നൂറയൊക്കെ ആയിട്ട് തമ്മിലുണ്ടായ വഴക്കുണ്ടല്ലോ. അപ്പോൾ അതിൽ അനീഷ് ഇവർ ഫേക്കാണ്, മറ്റേതാണ് മറിച്ചതാണ്, മറ്റേ പ്രൊമോഷൻ്റെ കാര്യവും കൊളാബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അനീഷ് സംസാരിച്ചപ്പോൾ തിരിച്ച് ആദില അനീഷിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. നിങ്ങളെ കൃഷിപ്പാടം വിറ്റിട്ടാണല്ലോ നിങ്ങൾ PR ചെയ്ത് കൊടുത്തിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയ്ക്കാണ് പറഞ്ഞത്. അത് അവർ പറയുന്നുണ്ട്, വെറുതെ ഫണ്ണായിട്ട് പറഞ്ഞാണെന്ന്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ 2 ഏക്കർ കൃഷിപ്പാടം വിറ്റ് PR കൊടുത്തിട്ടാണ് അനീഷ് വന്നതെന്ന് വീണ്ടും ആദിലെ വെച്ച് കാച്ചി. അനീഷ് ആകെ വരണ്ട കേട്ടാ. അനീഷ് ക്യാമറയിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ അങ്ങനെ PR കൊടുത്തിട്ടില്ല ബിഗ് ബോസ്, എനിക്ക് PR എന്തെന്ന് പോലും അറിയില്ല ബിഗ് ബോസ്. ആ പറഞ്ഞത് മാത്രമാണ് അനീഷെ. ഇതുകൊണ്ടാണ് അനീഷ് കള്ളം പറയുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ബാങ്ക് മാനേജരായിരുന്ന അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള 2-3 വർഷമായിട്ട് ബിഗ് ബോസ് ലീവ് എടുത്തിരുന്ന് കാണുന്ന, ബിഗ് ബ്രദറും ഹിന്ദി ബിഗ് ബോസും മറ്റ് ഭാഷകളിലെ ബിഗ് ബോസും ഒക്കെ കാണുന്ന, ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അനീഷിന് PR വർക്കിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ PR ഉണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചർച്ചകളെങ്കിലും ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാ സീസണിലും കേൾക്കുന്ന പേരാണ് PR എന്ന് പറയുന്നത്. ഇപ്പം വിവിധ ചാനലുകളുടെ തലക്കെട്ടുകളായിട്ടും തമ്പനയിലായിട്ടും വരെ PR എന്ന് പറയുന്ന ഒരു കാര്യം വരാറുണ്ട്. എന്നിട്ടും ഇത്രയും എഡ്യൂക്കേഷനുള്ള അനീഷിന് PR എന്താണെന്ന് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ പച്ച നുണയാണ് അനീഷ് ആ പറഞ്ഞത്. എന്തായാലും ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, PR എന്തെന്ന് പോലും എനിക്ക് അറിയില്ല ബിഗ് ബോസ്, ഞാൻ എൻ്റെ കൃഷിപ്പാടമൊന്നും വിറ്റിട്ടില്ല ബിഗ് ബോസ്, ഞാൻ അങ്ങനെ PR വിറ്റ് കൊടുത്തിട്ടില്ല ബിഗ് ബോസ്, ബിഗ് ബോസ് ഒരു ടീമിനെ എൻ്റെ നാട്ടിലോട്ട് അയക്കണം, കൃഷി ഇറക്കിയാണ് ഞാൻ ജീവിക്കുന്ന ബിഗ് ബോസ്, ഒന്ന് അവരുടെ അടുത്തൊക്കെ നാട്ടുകാരുടെ അടുത്ത് ചോദിക്കാൻ പറയണം ഞാൻ അവിടെ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നേ. സംഭവം അനീഷ് പേടിച്ചു പോയി. കാരണം ഇങ്ങനെ PR ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് നെഗറ്റീവ് ആവുമെന്ന് പേടിച്ചിട്ടാണ് മൂപ്പർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ അതിന് PR എന്താണെന്ന് പോലും അറിയില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഈ കള്ളം പറയണ്ട, സത്യം പറഞ്ഞാൽ മതി. അനീഷ് ചിലപ്പോൾ PR ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം, നമുക്കറിയില്ലല്ലോ. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോൾ അനീഷിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒക്കെ PR വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്ക് എന്ത് ചെയ്തം? പ്രേക്ഷകർ കണ്ടിട്ടേ അവർ വിലയിരുത്തിയിട്ട് വോട്ട് ചെയ്യുള്ളൂ. ആരെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ആർക്കും പോയിട്ട് വോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഷോയെക്കുറിച്ചുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അനീഷ് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, അത് അനീഷിൻ്റെ കാര്യം. ഇവിടെ ആദില പറഞ്ഞത് ഫണ്ണായിട്ടാണ്, അല്ലാതെ ആരോപണമായിട്ടല്ല പറഞ്ഞത്. പക്ഷെ അനീഷ് അത് ആരോപണമാണെന്ന് കരുതിയിട്ട് അങ്ങനെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് അവിടെ വന്നിട്ട്, എടാ നിർത്തടാ നിന്റെ തെറ്റിദ്ധരിപ്പിക്കൽ, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര കാലം നീ ഇവിടെ നിൽക്കൂടാ, നിർത്തടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ അവിടെ തടസ്സപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അനീഷ് ഇത് ക്യാമറയെ നോക്കി പറയുമ്പോൾ. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.